എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയണേ ഈ മുത്തിനെ ഒന്ന് കണ്ടുമുട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എവിടാ ഇവൻ്റെ വീടെന്ന് അറിയാം. ഇവനെക്കുറിച്ചുള്ള കഥ ഈ എടുത്ത് കേട്ടപ്പോളേ സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത നെഞ്ചടിപ്പായി പോയി. എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു കേരള. ഇവളൊക്കെ കാത്തിരുന്ന ഒരു വ്യക്തിനെ, ആ ഒരു പയ്യനെ കിട്ടിട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് 1300 കിലോമീറ്റർ ഓടിയിട്ട് ഇവിടെ ആന്ധ്രയില് ഹൈദരാബാദിന് ഏകദേശം 300 കിലോമീറ്റർ ഓടിയിട്ട് ഒരു കോപ്പലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ചായ ഗ്ലാസ് ഈ പിടുത്തും, ഇങ്ങനെ ഒരു ചിരിയും, ഇങ്ങനെ ചായ ഗ്ലാസ് തട്ടി മറിയുന്ന ഒരു രംഗാണ് ലോകമെമ്പാടും നമ്മളൊക്കെ ചിരിപ്പിച്ചിട്ടുള്ളതും വീഡിയോയിലൊക്കെ ഇറങ്ങിയിട്ടുള്ളതും. നമ്മൾ തന്നെ അല്ലെ, ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും അല്ലെ. കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവർ നെഹ്റു ഡ്രൈവറാണ്. ഓൻ്റെ കൂടെ 14 വയസ്സിലാണ് ക്ലീനർ പണി തുടങ്ങിയിട്ടുള്ളത്. 14 വയസ്സായിട്ട് ഇതിന്റെ ബാക്കിൽ കാണുന്ന അതാണ് പിന്നെ എന്റെ വീട്. ഇപ്പോഴും ക്ലീനർ മൂന്നാം ക്ലാസ്സിലൊക്കെ സ്കൂൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ. പക്ഷെ അതല്ല, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായി, SSLC പാസ്സായി. പക്ഷെ അവിടെ ഒന്നല്ല ഇതിന്റെ കണ്ടന്റ് കിടക്കുന്നത്. കാരണം ഒരു ചിരി നമുക്ക് സോഷ്യൽ മീഡിയയിൽ അത് എല്ലാവർക്കും സാധിക്കണം എന്നല്ല. നമ്മളെല്ലാവരും ചിരിക്കുന്നവരാണ്. പക്ഷെ ആ ഒരു ചിരി ഉണ്ടല്ലോ, ഒന്ന് ആ ചായ കുടിക്കണം, അത് കഴിഞ്ഞിട്ട് ചായ ഗ്ലാസ് അല്ലേ, ചായ എതിർത്തൊക്കെ ചായ ചിരിക്കണം, പിന്നെ വീണ് അത് വീണ്ടും ചിരിച്ചൊക്കെ എന്താണ് അപ്പൊ ആ ചിരി മറക്കാൻ പറ്റുന്നല്ല നമുക്ക് അല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളത്, ഒരു സമ്മാനം കൊടുത്തിട്ടുള്ളതും. അപ്പം അതുകൊണ്ട് ബിഗ് സല്യൂട്ട് പിന്നെ നെഹ്റു. അതുപോലെ തന്നെ എനിക്ക് ഇവനെ കാണാൻ എത്തിപ്പെടാൻ സാധിച്ചത് ജസ്റ്റും ഞാൻ പറഞ്ഞൊരു സിംഗറാണ്. ആന്ധ്രയിൽ ഇവരെ ഒരു പ്രാദേശിക സിംഗറൊക്കെയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്. എന്താ പറയാനും മക്കളെ, ഒരു രക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം അത്രത്തോളം ഫെയിം എന്ന് പറഞ്ഞാൽ ഒരു ചിരി കൊണ്ട്. ഇതാണ് ഡ്രൈവർ കേട്ടോ, നെഹ്റു നായക്, ലഡു. ഇത് അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ്. ഇദ്ദേഹമാണ് ബിഗ് സല്യൂട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണ്. കാരണം അദ്ദേഹമാണ് क्या था उस टाइम, क्या वो बताता था? छोटी सी इंसिडेंट हुआ था। मैं इसको बोला तो वो हंसा। उसमें चाय हाथ पे गिरा था, बहुत हंसा था। फिर भी हंस गया वो. हाँ, ഓനെന്തോ തമാശ പറഞ്ഞാൽ ചിരിച്ച്. അത് പിന്നെ അവൻ്റെ കൈമേൽ ചായ ചിന്തി, അത് പിന്നെയും ചിരിയായി മാറി. അത് കേരളത്തെ ലോകം മൊത്തം, ഈവൻ ആഫ്രിക്കൻ റീൽസിൽ വരെ വരാൻ കാരണമായിട്ടില്ല. ഏകദേശം കേരളത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഞാനിവിടെ എത്തിയിട്ടുള്ളത് 1300 കിലോമീറ്റർ, 1300 കിലോമീറ്റർ എബവ് 350-400 ഒക്കെ ആവാം. കാരണം ഹൈദരാബാദിൽ നിന്ന് തന്നെ, ഹൈദരാബാദ് 250 നിയർ 300. ഓക്കെ. ഏകദേശം പിന്നെ 300 കിലോമീറ്ററോളം ഹൈദരാബാദ് തന്നെ വണ്ടി ഓടിച്ചിട്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതനാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ കോമഡി റീലുകൾ കാണുന്നവരാണ്. കോമഡി റീലിൽ നമുക്ക് ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്തൊരു അവിഭാജ്യ ഘടകമാണ്. कितना साल हुआ वीडियो पकड़ के? 4 साल हुआ. लेकिन वो 2 साल के बाद में फिर ज़्यादा हुआ. 4 വർഷം മുമ്പ് എടുത്ത വീഡിയോ ആണ് അല്ലേ? 4 साल से कर रहे हैं. 4 साल से 1 साल होने के बाद चाय वीडियो आया था. ये चाय वीडियो उससे पहले फेमस, चाय वाला तो बहुत फेमस हो गया. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവനെ ഇവിടെ കാണാൻ വന്നിട്ടുള്ളത്. കാരണം പലരും, നമ്മൾ അൻസാരി സുഹരി വരെ പലവട്ടം പറഞ്ഞിരുന്നു, ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഈ മുത്തിനൊന്ന് കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നുള്ളത്. ഞാൻ പലവട്ടം അന്വേഷിച്ചു കിട്ടി. അങ്ങനെയാണ് വിഷ്ണു ഇവിടുത്തെ ഒരു പ്രധാന ബ്രദർ, നമ്മുടെ ഇവിടുത്തെ സിംഗറാണ് ശരിക്ക് ആന്ധ്രയിൽ അല്ലേ. ഇവിടുത്തെ ഒരു സിംഗറാണ്. അവൻ്റെ പേജിലൊരു വീഡിയോ കണ്ടു, അങ്ങനെ അവനെ കോൺടാക്ട് ചെയ്തു. അവനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. പിന്നെ വിഷ്ണുവിനെ ആദ്യം ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അവിടുന്ന് വിഷ്ണു, യുവർ ഹൗസ് ഫ്രം ഹിയർ ഹൗ മെനി കിലോമീറ്റർ? 100 കിലോമീറ്റർ. വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ 100 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് വീടുള്ളത്.
അപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം സമ്മാനിക്കുകയാണ്. പിന്നെ നമ്മളെ അരുൺ ബന്നിനെ ഞാൻ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നും വെറൈറ്റി കണ്ടന്റ് തേടി നടക്കുന്ന ബുള്ളറ്റ് മാനു ഇതും തേടി വന്നു. അവസാനമാണ് ഞാൻ ക്യാച്ച് ചെയ്തു. അയ്യപ്പ മാലൂം ഹേ നാ? मैं मुस्लिम आने അതാണ് സ്വാമി ശരണമയ്യപ്പ. ബന്നിക്ക് കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമ്മാനം സമ്മാനിക്കുകയാണ്. जब पूरा केरला आदमी के लिए मैं ही लेके आया है. ശബരിമല അയ്യപ്പൻ്റെ ഒരു നല്ലൊരു പിന്നെ പിക്ചറാണ് ഞാൻ പിന്നെ ബെന്നിക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. നമ്മളെ ബെന്നിനെ കണ്ടുമുട്ടി വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും ദൂരം ഓടി വന്നിട്ട് ഒരു മാസത്തോളമായി ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട്, പക്ഷേ ഇപ്പോഴാണ് നമുക്ക് വരാൻ പറ്റിയിട്ടുള്ളത്. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ബെന്നിൻ്റെ ഈ വീട് ഇതിപ്പോൾ ഒരു സർക്കാരിന് കൊടുത്തിട്ടുണ്ട് പുതിയ വീട് വെക്കാൻ. ഇവിടെ വീട് പാസ്സായി കിട്ടും നമ്മളെ പിന്നെ പോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെഹ്റു और 1-2 साल का अंदर ही होगा ना? 3 साल पूरा में. हाँ. इसको मोबाइल नंबर है क्या? नहीं सेपरेट मेरा फ़ोन दिया था. आपको फ़ोन दिया? हाँ. ഫോണില്ലായിരുന്നു, നമ്മൾ നെഹ്റുവിൻ്റെ ഫോണാണ് കൊടുത്തത്. നെഹ്റു ആജാ. ബെന്നി വിഷ്ണു ഇതർ ആജാ. കമ്മിയ ഇവിടെ ലാംഗ്വേജ് പ്രശ്നമുള്ളത്. നെഹ്റുവിന് ഹിന്ദി അറിയണോണ്ട് നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് വിഷ്ണുവിനും ഓൺലി ഇംഗ്ലീഷ്. നോ മോർ ഹിന്ദി, നോ മോർ തെലുങ്കു, നോ മോർ കന്നഡ. വിഷ്ണുവിൻ്റെ ഒരു പാട് യു ക്യാൻ സിങ് ഓൾസോ നോ? ഒരു ഞാൻ പറഞ്ഞ സിംഗറാണ്, നല്ല ഇവിടുത്തെ ഒരു ഗായകനാണ്. ഓരോ പേജിലും നമുക്ക് കാണാൻ പറ്റേണ്ട ഒരു പാട്ടുകളൊക്കെ കേട്ടിരുന്നു നമ്മൾ. ഏതായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും വേണ്ടി. പിന്നെ ഒരുപാട് ആളുകൾ പിന്നെ വീഡിയോൻ്റെ ലാസ്റ്റ്, കോമഡി വീഡിയോൻ്റെ ലാസ്റ്റ് ഉപയോഗിക്കണ ഒരു പയ്യനാണ് നമ്മുടെ ബന്നി ഫ്രം ഹൈദരാബാദ് തെലങ്കാന. स्कूल में स्कूल गया? 3 में ऑफ हो गया. हाँ फिर 10 तरह में ओपन 10 पढ़ाया था, പാസ് हो गया. ओपन 10 लगाया था. ഓപ്പണായി പഠിച്ച് 3ാം ക്ലാസ് വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് കബി ഖത്തം हुआ था वो ओपन 10 नहीं 10 क्लास वो अभी रीसेंट 25 2025 SLC പഠിച്ച് മാറ്റുക. വളരെ നമ്മളൊക്കെ അറിയാം. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ചുറ്റുപാടൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാമപ്രദേശമാണ്, ഉള്ളേരിയയാണ്. പിന്നെ ആന്ധ്രാപ്രദേശിലെ കാര്യമായിട്ട് കൃഷിയാണ് അല്ലേ? കർക്കരിയാനാ പൂരാ. वो आप लोग को जिंदगी के क्या काम तो क्या चल रहा है? लारी ड्राइविंग. मेरा लारी ड्राइविंग मेरे साथ रहता है. अभी कितना उम्र हुआ? 18. 18 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ 14 വയസ്സിലാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? 14 साल में था उसका वो വീഡിയോ പകടാ. 14 വയസ്സിലാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എങ്കിലും ഒരുപാട് ആളുകൾ, ഒരു മനുഷ്യൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു ശരി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആരും കണ്ടില്ല എന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാളെയാണ് ഞാനിവിടെ കേരളത്തിൽ നിന്ന് 1300 കിലോമീറ്ററോളം വന്നിട്ട് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ 18 വയസ്സായിട്ടുള്ളൂ. 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ ഡ്രൈവർ കൂടെ ഉണ്ട്. ആജാ വിഷ്ണു ആജാ. അപ്പോൾ ഇതാണ് ഡ്രൈവർ. ഇവരെ കൂടെ ഇദ്ദേഹത്തിനാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം ഇദ്ദേഹമാണ് ഫസ്റ്റ് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് വൈറലായി. അതേപോലെ തന്നെ ഞാൻ നമ്മളെ വിഷ്ണു ഒരു ഗായകനാണ് ഇവിടുത്തെ. ഇവന്റെ പേജിലാണ് ഒരു കൊളാബ് ചെയ്തൊരു വീഡിയോ കണ്ടു. അങ്ങനെ കോൺടാക്ട് ചെയ്തു. കൊറിയൻ ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച്. നെഹ്റുവിന് പിന്നെ ഹിന്ദി അറിയാം, അതുകൊണ്ട് മുഷ്കിൽ നെഹിത മേ ബാത് കർക്കെ ഇധർ ആയ. വിഷ്ണു ഓൺലി ഇംഗ്ലീഷ്. ഇവിടുത്തെ ഒരു ഗായകനൊക്കെയാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് ഒരു സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളെ ബന്നിൻ്റെ വീട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മൾ ഒരുപാട് ആളുകളില്ലേ പിന്നെ റീല് കണ്ടിട്ട് SLC हो गया अभी? SLC गया है कंप्लीट है ना? हाँ. ओ
ബെന്നിക്ക് ഹിന്ദി അറിയില്ല, പിന്നെ ഇംഗ്ലീഷും അറിയില്ല. ഞാൻ വിഷ്ണുവിനോട് തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടാണ്, മുറിയൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തിട്ട്. പക്ഷേ ബെന്നിക്ക് അതറിയില്ല. ഈ ഒരു വീട് നമ്മൾ റീൽസിലും SLC പാസ്സായതും SLC പാസ്സായ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. പിന്നെ ബെന്നിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ഇട്ടിട്ട് ഈ മുത്തിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അൻസാരി ഉസ്താദിന് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഉസ്താദെ, ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇവനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഉസ്താദിന് വേണമെങ്കിൽ ഇവിടെ വരാം. ഈ മുത്തുമണിനെ ഞാൻ നിങ്ങൾക്കൊക്കെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം പലരും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ബെന്നിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളൊക്കെ ചിരിച്ചിട്ടുണ്ട്. കാരണം ആ ചിരി തുടങ്ങുന്നത് മാത്രമല്ല, ആ ചിരി പിന്നീട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ്റെ ആ ഡ്രൈവർ നമ്മളെ കൂടെ ഉണ്ട്, നെഹ്റു. അവൻ്റെ പേര് നെഹ്റു ആണ്. ഓക്കെ. ആ പപ്പ മമ്മ പണിക്ക്, അതെ അതെ, പണിക്ക് പോയിനാ, ജോലിക്ക് പോയിട്ടുണ്ട്. ഇതാണ് വീട്. പുതിയ വീട്